മാനസസനന്റെ കൂപ്പുകൾ. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞാണ് ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞോടുള്ള സ്നേഹം ഹൃദയാചകമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരമാണത്. അമ്മ കുഞ്ഞിനെ ശാസിച്ചെന്ന് വരാം, അടിച്ചെന്ന് വരാം, ഒരു പക്ഷേ ആട്ടിപ്പുറത്താക്കിയെന്നും വരാം. എങ്കിലും ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞോടുള്ള സ്നേഹത്തിന് ഒരല്പവും കുറവുണ്ടാകുകയില്ല. ഇതിനൊരു ദൃഷ്ടാന്തമാണ് വലൂർപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ മാമ്പഴം എന്ന കഥാകാവ്യം. മാതൃസ്നേഹത്തിന്റെ മാന്യത നിലനിർത്തുന്ന ഈ കഥാകാവ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നത്. കഥ മാമ്പഴം. അതാ നോക്കൂ, ആ കാണുന്ന വിടർന്ന മുറ്റത്ത് ഒരു തൈമാവ്. പൊൻകുരുളാൽ പൊൻകിരീടം അണിഞ്ഞ് വസന്ത ദേവതയെ പോലെ പരിരസിക്കുന്ന തൈമാവിൻ ചുവട്ടിൽ ഒരു കൊച്ചു കമ്പമായ മാവിൻ ചുവട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു. ആ മാവിൻ പൂവുകൾ, ആ മാവിൻ മുട്ടുകൾ ആ ബാലൻ തട്ടിപ്പൊഴിച്ചിടുന്നു. മാത്രമല്ല ആനന്ദ ചിത്തനായ ആഹ്ലാദർത്തനായി അതിലൊരു പൂങ്കൂല കയ്യിലേത്തി, അതിലൊരു പൂങ്കൂല കയ്യിലേത്തി. ആ മാവളിപ്പൂവുകൾ, ആ മണിമുത്തുകൾ ആ ബാലൻ തട്ടിപ്പൊഴുകയാണ്, വിളയാടി കളിക്കുകയാണ്. അല്പം കഴിഞ്ഞ് താൻ തട്ടിപ്പൊഴിച്ച പൂങ്കുകളുമായി അവൻ തന്റെ മാതാവിനെ സമീപിക്കുകയാണ്. നോക്കമ്മേ, ഈ പൂങ്കുകളെല്ലാം ഞാൻ നുള്ളിപ്പൊളിച്ചല്ലോ, ഇത് കൊണ്ടൊന്നും മലക്കോത്ത് തരുമോ അമ്മേ? ആ പഞ്ചവർണ്ണ കിളി പുഞ്ചിരിച്ചുകൊണ്ട് കെഞ്ചി പറഞ്ഞിട്ടും ആ അമ്മ ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടിയില്ല, അമ്മ മിണ്ടിയില്ല. പിന്നെയൊരക്ഷരം മിണ്ടിയില്ല. എന്താമേനും മിണ്ടാത്തത്? മലക്കോത്ത് തയ്ക്കല്ലേ, ഈ പൂക്കൾ തികഞ്ഞില്ലെങ്കിൽ ഇനിയും കൊണ്ടുതരാം. ഇത് കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ചോദിച്ചു മാതാവപ്പോൾ, ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ പൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ. എടാ കുരുത്തം കിട്ടവനെ, പൂക്കളെല്ലാം നുള്ളി കളഞ്ഞല്ലേ നീ? ആ പൂക്കൾ വിരിഞ്ഞ് കണ്ണിമാങ്ങ ഉണ്ടായി, അത് വിളഞ്ഞ് അത് മാവിൽ തന്നെ നിന്ന് കാറ്റടിക്കുമ്പോൾ താഴെ വീഴുമായിരുന്നില്ലേ? മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നിടുക്കേണ്ടു, പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ? ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം തല്ലി തകർക്കുവാൻ വെമ്പുന്നത് എന്ത്? അവ മാപ്പു പൊഴിക്കുന്നു. അവർക്കതൊരു വിനോദം മാത്രം, വിളയാട്ട് മാത്രം. ഒരു മാലക്കോക്കാൻ ഇത്ര പൂക്കളെടുത്തത് ഇത്ര കുറ്റമാണോ? മുല്ല പിച്ചിപ്പൂക്ക കൊണ്ട് മാല കോക്കാമെങ്കിൽ, അള്ളി താമര തുളസി പൂക്ക കൊണ്ട് വിളയാടി കളിക്കാമെങ്കിൽ എന്തുകൊണ്ട് മാപ്പു കുടുംബത്തായിക്കൂടാ? പക്ഷേ മാപ്പു പൊഴിക്കാൻ പാടില്ല, തല്ലി തകർക്കാൻ പാടില്ല, പാടില്ല. കനകം തെണ്ണ അത്ര വിലയേറിയ പൂക്കളാണെന്ന് അവൻ ഓർത്തില്ല. ഒരു കുറ്റം പൂക്കളുമായി തന്റെ മാതാവിനെ സമീപിച്ചപ്പോഴാണ് ചോദിച്ചു മാതാവപ്പോൾ, ഉണ്ണികൾ വിരിഞ്ഞപ്പോൾ പൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ. ആ അമ്മയുടെ മർദ്ദനം അവൻ ആദ്യമായി അനുഭവിക്കുകയാണ്. അമ്മയുടെ ദേഷ്യം ആദ്യമായി കാണുകയാണ്. ആ അമ്മയുടെ കലബല ശബ്ദം ആദ്യമായി കേൾക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്ന് വന്നുണ്ടായപ്പോൾ പൈതലിൻ ഭാവം മാറി മരതക പൂജം പാടി പരിഭവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മന്ദലം പോലെ നിറമാർന്ന കവിൾത്തടം ചുമന്നു തൊടുത്തു. കളങ്കം എന്തെന്നറിയാത്ത കണ്ണുകൾ കണ്ണുനീർ തടാകമായി. കാവ്യം മുൻകൂട്ടി പറയുന്നത് പോലെ, പറഞ്ഞ രഹസ്യം വിളിച്ചറിയിക്കുന്നത് പോലെ, പുഷ്ടിയുടെ മായാജാലം വികടമാകുന്നത് പോലെ വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടവൻ മാമ്പഴം പേരൊക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴ തഴക്കുല എറിഞ്ഞു ഈറൻ മണ്ണിൽ. അമ്മ മക്കളെയും മക്കൾ അമ്മമാരെയും ശാസിക്കാറുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ബന്ധു വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ പോയി തങ്ങാറുമുണ്ട്. എന്നിട്ടോ പോയതുപോലെ തന്നെ തിരികെ വരാറുമുണ്ട്. കാരണം പിരിയാനോ പിണങ്ങാനോ കഴിയാത്തതാണ് മാതൃസ്നേഹം. തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ അടി കൊണ്ടപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലും വേദനയോടെ വൈദ്യക്കുമുണ്ടായി. വർദ്ധിച്ച വേദനയോടെ മാമ്പഴം പേരൊക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴ തഴക്കുല എറിഞ്ഞു ഈറൻ മണ്ണിൽ. കാലങ്ങൾ കടന്നുപോയി, പൂക്കൾ അടർന്നുപോയി, കണ്ണിമാങ്ങ വിരിഞ്ഞു. അവ മാവിൻ ശിഖരങ്ങളിൽ പഴുത്തും പഴുക്കാതെ നിൽക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ മാവിൻ ചുവട്ടിലും അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തു അവ തൻ മാവിൻ ചുവട്ടിൽ കളി വീടുണ്ടാക്കുന്നു. മാത്രമല്ല ഓതിരു മാത
ഇരകളേക്കാൾ കൂടുതൽ മാങ്ങ പൂത്തു നിൽക്കുകയാണ്. കാക്കകളും കിളികളും അണ്ണാറ് കണ്ണന്മാരുമെല്ലാം തക്ക തിമ്മിയായി ബഹളം കൂട്ടുകയാണ്. വന്ദിക്കുന്ന ഒരു മാമ്പഴം തിന്നാളൊരു കൊതി, ആദ്യമായി കാഴ്ച മാമ്പഴം തിന്നാളൊരു ഉത്സാഹം. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരമ്മ, നമ്മുടെ അമ്മ അവിടെ നിൽക്കുകയാണ്. നിരാശയോടെ, നെടുവീർപ്പോടെ, പൊട്ടിക്കരഞ്ഞ ഹൃദയത്തോടെ. ആ മാവിലും കാറ്റ് വീശാതിരുന്നില്ല. കാറ്റ് വീശിയപ്പോൾ ഒരു മാങ്ങ, ഒരു മാമ്പഴം ആ മുറ്റത്തേക്ക് വീണു. അവസാനം അങ്കണത്തൈമാവിൽ നിൻ ആദ്യത്തെ പഴം വീണേ, അമ്മ തൻ നേത്രത്തിൽ നിൻ ഉതിർത്തു ചൂടു കണ്ണീർ. ആ മാമ്പഴം ആ മുറ്റത്തേക്ക് വീണപ്പോൾ, ആ മാമ്പഴം പഴുത്തു വീണപ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ മുട്ടുകൾ അടർന്നു വീണു. കാരണം മാമ്പഴം വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടു. ആ മാമ്പഴത്തിന്റെ ഏക അവകാശി, ആ മാമ്പഴം വന്ന് ഓടിച്ചെന്നെടുക്കേണ്ട ആ കുസൃതിക്കുട്ടൻ അവൻ എവിടെ പോയി? തുങ്കമാമിറച്ചൂടൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണ്ണമായി ചേരും മുന്നേ. കഷ്ടം, ആ അമ്മയുടെ പൊൻകിടാവ് അകാര ചർമ്മത്തിൽ കുരുൾ തഴവലിലേക്ക് പറന്നു പോയി. കാലത്തിൻ്റെ കറുത്ത കൈകൾ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലും നിലച്ചു കഴിഞ്ഞിരിക്കണം. മുറ്റത്ത് വീണ മാമ്പഴം തൻ്റെ 2 കൈകളും ചേർത്തെടുത്ത് തൻ്റെ ഉണ്ണിക്കിടാവിൻ്റെ തിരുവിടൽ മറ ചെയ്ത ആ ശ്മശാനത്തിൽ കൊണ്ടുവച്ചിട്ട് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്. ഉണ്ണികൾ ഉണ്ണാൻ വേണ്ടി, ഉണ്ണിമാൻ ഉണ്ണാൻ വേണ്ടി വന്നതാണ് ഈ മാമ്പഴം. നീരസം ഭാവിച്ചു നീ പോയിട്ടോ എൻ കുഞ്ഞേ, നീ ഇന്നും വന്നാലാകെ അമ്മയ്ക്ക് സുഖമാവുക. മാമ്പഴം എന്നീ കൊച്ചു കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകും. എന്നെ കേട്ട ഏവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി, നമസ്കാരം. താങ്ക് യു.